ഹലോ ഗൈസ്, റീമാസ്റ്ററും റീ എഡിറ്റിംഗും ചെയ്ത് 4K ദൃശ്യമികവോടെ 24 വർഷങ്ങൾക്ക് ശേഷം ദേവദൂതൻ നമ്മുടെ മുന്നിൽ എത്തുകയാണ്. ഞാൻ വിവേക് ബാലകൃഷ്ണൻ. ദേവദൂതൻ എന്ന സിനിമയുടെ ഒരു ചെറിയ ചരിത്രമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. 42 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1982-ൽ സിബി മലയിൽ ആദ്യമായി സംവിധാനം ചെയ്യാനിരുന്ന ചിത്രമായിരുന്നു ദേവദൂതൻ. ചില കാരണങ്ങളാൽ അത് നടന്നില്ല. 18 വർഷങ്ങൾക്ക് ശേഷം തിരക്കഥാകൃത്ത് രഘുനാഥ് പാലേരിയായി ഈ കഥ വീണ്ടും ആലോചിക്കുന്നു. നിർമ്മാതാവായി സിയാദും എത്തുന്നു. കഥയുടെ ആലോചനയിലൊന്നും തന്നെ മോഹൻലാൽ എന്ന നടൻ ഉണ്ടായിരുന്നില്ല. തികച്ചും ആകസ്മികമായി നിർമ്മാതാവ് സിയാദിൽ നിന്നും മോഹൻലാൽ ഈ കഥ കേൾക്കുന്നു. കേട്ട ശേഷം മോഹൻലാൽ പറയുന്നു, ഞാൻ ഈ കഥാപാത്രം ചെയ്തോട്ടെ എന്ന്. ശേഷം ദേവദൂതൻ സംഭവിക്കുന്നു. 2000-ൽ ക്രിസ്മസ് റിലീസിന് പുറത്തിറങ്ങിയ ദേവദൂതൻ എന്ന ചിത്രം ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും സാമ്പത്തിക വിജയം നേടാൻ കഴിഞ്ഞില്ല. പല പഴയ സിനിമകളുടെയും പ്രിന്റുകളൊന്നും കിട്ടാനില്ലാത്ത ഇന്നത്തെ സാഹചര്യത്തിൽ ദേവദൂതന്റെ പ്രിന്റ് ചെന്നൈയിലെ പ്രസാദ് ലാബിൽ കേടൊന്നും കൂടാതെ ഉണ്ടായിരുന്നു. ഇത് കണ്ടെത്താൻ ഒരു വിദഗ്ധ സംഘം തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ കാലത്തിന്റെ കാവ്യനീതിയായിരിക്കാം അത്. ആർക്കോ ആരോടോ എന്തോ പറയാനുണ്ട്. വിശാൽ കൃഷ്ണമൂർത്തിയെ കോളേജിലേക്ക് തിരിച്ചു വിളിച്ച രഹസ്യങ്ങളുടെ ചുരുൾ നിവർത്താൻ ഒരിക്കൽ കൂടി ദേവദൂതൻ പ്രേക്ഷകരിലേക്ക് എത്തുന്നു. മിസ്റ്ററി ത്രില്ലർ ജോണറിൽപ്പെടുന്ന ഈ സിനിമയ്ക്ക് പുതുതലമുറയിലും ആരാധകർ ഏറെയാണ്. രഘുനാഥ് പാലേരിയുടെ തിരക്കഥയിൽ സിബി മലയിലിന്റെ സംവിധാന ഗാംഭീര്യം കൊണ്ട്, മോഹൻലാൽ എന്ന നടന്റെ നടന വിസ്മയം കൊണ്ട്, വിദ്യാസാഗർ എന്ന സംഗീത സംവിധായകന്റെ സംഗീത മാന്ത്രികത കൊണ്ട്, ക്യാമറാമാൻ സന്തോഷ് തുണ്ടിയാലിന്റെ വിസ്മയമായ ദൃശ്യങ്ങൾ കൊണ്ട് ദേവദൂതൻ നമ്മെ വീണ്ടും വിസ്മയിപ്പിക്കാൻ എത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.